ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചേർത്തു. പിന്തുടർന്ന് ശല്യം ചെയ്തതിന് ഭാരതീയ ന്യായ സംഹിതയിലെ 78-ാം വകുപ്പ് കൂടി കൂട്ടിച്ചേർത്തു. ഹണി റോസ് നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ആസിഫ്, ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചേർത്തിരിക്കുകയാണ്. ഹണി റോസ് നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. ആസിഫ് മുഹമ്മദ് ഉണ്ട്. ആസിഫ്, വിശദാംശങ്ങൾ. തീർച്ചയായും ഹണി റോസ് നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ വകുപ്പുകൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 78 ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വകുപ്പ്. നേരത്തെ 75-ഉം അതുപോലെ തന്നെ IT ആക്ട് പ്രകാരവും ബോബി ചെമ്മണ്ണൂരിനെ കേസെടുത്തിരുന്നു. എന്നാൽ കേസ് പിന്നീട് ഹണി റോസ് നൽകിയ രഹസ്യമൊഴി കൂടി പരിഗണിച്ചാണ് കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ ഇപ്പോൾ പോലീസ് തീരുമാനിക്കുകയും അതുപ്രകാരമാണ് ഈ ഒരു വകുപ്പ് ചേർക്കുകയും ചെയ്തത്. ഈ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 78 ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഈ വകുപ്പ് പ്രകാരം മറ്റൊരാളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഇങ്ങനെ ആവർത്തിച്ച് പിന്തുടരുകയോ അതുപോലെ തന്നെ ഇലക്ട്രോണിക് ആശയവിനിമയം നിരീക്ഷിക്കുകയും തുടർന്ന് ശല്യം ചെയ്യുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ഈ വകുപ്പിന്റെ പരിധിയിൽ വരും. ഇതെല്ലാം കൂടി പരിഗണിച്ചാണ് കൂടുതൽ വകുപ്പുകൾ ചേർത്ത് ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസ് അത് സ്ട്രോങ് ആക്കാൻ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജാമ്യത്തിൽ തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. നേരത്തെ ഹണി റോസ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ രഹസ്യമൊഴി അടക്കം നൽകിയിരുന്നു. ആ രഹസ്യമൊഴിയുടെ കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ സെക്ഷൻ 78 ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് ചുമത്തിയിട്ടുള്ളത്. ശാമിലി, ശരി. ആസിഫ് മുഹമ്മദ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.